മൊത്തം മന്ത്രിസഭ 36 മന്ത്രിമാരാണുള്ളത്. നിതീഷ് കുമാർ എന്ന മുഖ്യമന്ത്രി അടക്കം 36 പേർ. ഇതിൽ 21 മന്ത്രിമാർ BJP-ക്കാരാണ്. നിതീഷ് കുമാറിന്റെ പാർട്ടിയായ ഐക്യ ജനതാദളിന് 14 മന്ത്രിമാരേ ഉള്ളൂ. 4 മന്ത്രിമാർ കൃത്യമായും ജഗൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയാണ്. ഇവിടെ എടുത്തു പറയേണ്ടത് BJP ക്യാബിനറ്റ് വികസിപ്പിക്കണം എന്ന ആവശ്യം നിതീഷിന്റെ മുന്നേ വെച്ചു. അത് ഒരക്ഷരം തിരിച്ചു പറയാതെ അംഗീകരിച്ചുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ മുമ്പിൽ സത്യവാചകം ചൊല്ലി 7 BJP അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഇതിൽ ഒരെണ്ണം പോലും ഐക്യ ജനതാദളിനോ മറ്റൊരു പാർട്ടിക്കുമോ ഇല്ല എന്നുള്ളത് ഓർക്കുക. കേന്ദ്രം ഭരിക്കുന്നത് നരേന്ദ്രമോദി ഒറ്റയ്ക്കല്ല. കേവല ഭൂരിപക്ഷമില്ലാത്ത BJP-ക്ക് 16 TDP അംഗങ്ങളുടെയും 12 ഐക്യ ജനതാദൾ അംഗങ്ങളുടെയും പിന്തുണ ഉള്ളത് കൊണ്ടാണ് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അവിടെയാണ് BJP ഇത്തരത്തിൽ വിലപേശൽ നടത്തി മുഴുവൻ ക്യാബിനറ്റ് സീറ്റുകളും മന്ത്രിസഭാ വികസനത്തിലെ പുതിയ സീറ്റുകൾ മുഴുവൻ അവർ ഏകപക്ഷീയമായി ചോദിച്ചു വാങ്ങിച്ചിരിക്കുന്നു. 12 MP-മാർ ഐക്യ ജനതാദളിൽ ഉള്ളതിൽ 10 MP-മാരും BJP-യിലേക്ക് ചേരാൻ തയ്യാറെടുക്കുന്നു എന്ന സൂചന കൂടി നിതീഷിന് മോദി ഒരു ഭീഷണിയുടെ സ്വരത്തിൽ അറിയിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. അതായത് നിതീഷ് കുമാർ പറയുന്നത് കേൾക്കാനല്ല ഐക്യ ജനതാദൾ MP-മാർ ഇരിക്കുന്നത്. അതിൽ 2 പേർ, അതായത് നിലവിലെ ഐക്യ ജനതാദൾ MP-മാരിൽ 2 പ്രധാനപ്പെട്ട ആളുകൾക്ക് കൃത്യമായും സഹമന്ത്രി പദവി കൂടി കൊടുക്കുമ്പോൾ അവർ കൂറുമാറ്റ നിരോധന നിയമം മറികടക്കാൻ 10 MP-മാരെ, അതായത് 12-ൽ 10 പേർ BJP-യിലേക്ക് ചാടിക്കടന്നാൽ അവിടെ കൂറുമാറ്റ നിരോധന നിയമം വരില്ല. 6 അതിൽ താഴെയോ MP-മാർ, അതായത് മൊത്തം ലോക്സഭയിലുള്ള MP-മാരിലെ പകുതിയോ അതിലധികമോ MP-മാർ ഒരുമിച്ച് മറ്റൊരു പാർട്ടിയിലേക്ക് ചേർന്നാൽ ആന്റി ഡിഫെക്ഷൻ ലോ അസാധുവാകും. അവിടെയാണ് ഈ പദ്ധതി BJP അതിവിദഗ്ധമായി കളിക്കുന്നത്. ഓപ്പറേഷൻ ടൈഗർ എന്ന പേരിൽ മഹാരാഷ്ട്രയിൽ എങ്ങനെയാണോ ഉദ്ധവ് താക്കറെയെ തകർക്കാൻ വീണ്ടും ശിവസേനയെ കൊണ്ട് BJP പണിയെടുപ്പിക്കുന്നത്, അതുപോലെ തന്നെ ഐക്യ ജനതാദളിനെ തകർക്കാൻ നേരത്തെ ചിരാഗ് പാസ്വാനെ കൊണ്ടാണ് BJP പണിയെടുപ്പിച്ചത്. അതിന്റെ ഭാഗമായാണ് നിയമസഭയിൽ ഐക്യ ജനതാദളിന് വലിയ തകർച്ചയുണ്ടായത്. മഹാഗഡ്ബന്ധനുമായി സഹകരിച്ച് 2015-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനതാദളിന് 71 സീറ്റുകൾ കിട്ടി. RJD-യോടൊപ്പം മന്ത്രിസഭ രൂപീകരിച്ച് നിതീഷ് അന്ന് മുഖ്യമന്ത്രിയായതാണ്. എന്നാൽ ഇത്തവണ BJP-യുടെ കാലിന്റെ ചുവട്ടിലാണ് നിതീഷിന്റെ സ്ഥാനം എന്ന് ഉറപ്പിക്കുന്ന രീതിയാണ്. ഇതോടുകൂടി ബീഹാറിൽ രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം നിതീഷിനെ വലിയ തോതിൽ നാണക്കേടിലേക്ക് ആഴ്ത്തിയിരിക്കുകയാണ്. സ്വന്തം മന്ത്രിസഭ തീരുമാനിക്കുന്നത് പോലും മോദിയാണ് എന്നുള്ളത് നിതീഷിന് ഏറ്റവും വലിയ അപമാനം തന്നെയാണ്.